നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വിജയവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് TJP റബ്ബർ ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് പാർട്ണർ ജോർജ് പി തോമസിന്റെ അടുത്താണ്. അദ്ദേഹത്തിന്റെ ബിസിനസിനെ പറ്റിയും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും അദ്ദേഹം ഈ മേഖലയിലേക്ക് വരാനുള്ള കാരണങ്ങളും എല്ലാം അദ്ദേഹം നമ്മളോട് പറയും. നമുക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. സാറ്, ഈ ഒരു ബിസിനസ് രംഗത്തേക്ക് വന്നിട്ട് എത്ര കാലമായി? ഞാൻ 1987 എൻ്റെ ആദ്യമായിട്ട് ഈ ഒരു റബ്ബർ ഫാക്ടറിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതെവിടെയായിരുന്നു? അത് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഷെഡിലായിരുന്നു എൻ്റെ തുടക്കം. എൻ്റെ ഫാദർ ആണ് ഇതിനൊരു മാർഗദർശിയായിട്ട്. കാരണം ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിയുമ്പോൾ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി അതൊരു ട്രേഡറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാനുഫാക്ചറിങ് എന്തെങ്കിലും ചെയ്യണം. കാരണം ക്വാളിറ്റി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ടോപ്പ് ലെവലിലൊക്കെ ചെല്ലണമെങ്കിൽ മാനുഫാക്ചറൊക്കെ സാധിക്കത്തുള്ളൂ. ഒരു ട്രേഡർക്ക് ഒരു ലിമിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആണ് എന്നെ മാനുഫാക്ചറിങ് ലൈനിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അത് 1987 വീടിനടുത്തൊരു ചെറിയ ഷെഡിലാണ്. അന്ന് ആ പാടെ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ളൂ. അത് പയ്യെ ഗ്രാജുവലി ഓരോ അവിടെ എന്തായിരുന്നു സംഭവം? അത് ടയർ ഫ്ലാപ്പ് തന്നെയായിരുന്നു. ടയർ ഫ്ലാപ്പ് ആയിരുന്നു. അപ്പോൾ അത് വളരെ ചെറിയ മാർക്കറ്റായിരുന്നു. കേരളത്തിനകത്തൊക്കെ വിറ്റു. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ കേരളത്തിന് പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ആയി. പിന്നെ ഒരു 2000-2003 ആയപ്പോഴത്തേക്ക് ഒരു 3-4 കമ്പനിയായിട്ട് ഇത് വളർന്നു. എന്നിട്ട് വീണ്ടും ആ 2003 തൊട്ട് ഞങ്ങൾ എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 2009 6 വർഷമായിട്ട് ഞങ്ങൾ ഒരു ഏതൊക്കെ രാജ്യത്തേക്കുണ്ട്? ഇപ്പൊ ഞങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ 2005 ഞങ്ങളൊരു റബ്ബർ മാറ്റും കോയർ മാറ്റ്സ്, റബ്ബറൈസ്ഡ് മാറ്റ്സ്, അങ്ങനെ കുറെ ഫ്ലോറിങ്ങിന്റെ ഐറ്റത്തിലേക്ക് ഒരു ഫാക്ടറി ഉണ്ടാക്കി. അപ്പോൾ ഈ 2 ഫ്ലാപ്പും അതുപോലെ തന്നെ മാറ്റും ഒരുപോലെ ഞങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. കൂടുതലും ഞങ്ങൾക്ക് ദുബായിൽ ഒരു ഓഫീസുണ്ട്. അവിടെ വെച്ച് മിഡിൽ ഈസ്റ്റ് എല്ലാം ഞങ്ങൾ അവിടുന്ന് കവർ ചെയ്യും. പിന്നെ ഞങ്ങൾ USA, യൂറോപ്പ്, UK ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റ്. അപ്പൊ അവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്ന കൂടുതൽ അവിടുത്തെ വാഹനങ്ങളിലാണോ ഇത് ഉപയോഗിക്കുന്നത്? ടയർ ഫ്ലാപ്പ് അവിടുത്തെ വാഹനങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. UK ഒന്നും ടയർ ഫ്ലാപ്പ് അല്ല അയക്കുന്നത്, ഞങ്ങൾ റബ്ബർ മാറ്റ്. ടയർ ഫ്ലാപ്പ് പോകുന്നത് സൗദി, ഇറാൻ, തായ്ലൻഡ്, അങ്ങനെ ഏഷ്യൻ കൺട്രികളിലും ഒക്കെ ആയിട്ടാണ്. അപ്പൊ അവര് ടയർ കമ്പനികൾ ഓർഡർ തരുന്ന അനുസരിച്ച് ചെയ്യുക? അല്ലല്ല, ഞങ്ങൾ റീപ്ലേസ്മെന്റ് മാർക്കറ്റിലാണ് ഇവിടുന്ന്. ടയർ കമ്പനി ആയിട്ട് ഞങ്ങൾക്ക് അധികം ബന്ധമില്ല. കാരണം അവർ ഞങ്ങളുടെ കോമ്പറ്റീറ്ററാണ്. അവർ ഈ സാധനം അവർക്കും ഇതുണ്ട്. അപ്പൊ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് പിന്നെ വിപണിയിലേക്ക് അവിടെ എല്ലാം ഞങ്ങൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളെ വെച്ചിട്ടുണ്ട്. അവര് ഓർഡർ എടുക്കും. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട്, ഹോൾസെയിലേഴ്സും ഉണ്ട്, അവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവരുടെ അടുത്ത് ഓർഡർ എടുത്ത് നമ്മൾ ഇവിടുന്ന്. അല്ല, അപ്പൊ അത് അന്നേരം ഈ ടയർ പുതിയ ടയറുകൾ വരുമ്പോഴല്ലേ അത് ഉപയോഗിക്കുന്നത്? അപ്പൊ ഈ ടയർ കമ്പനികളുമായിട്ട് ഇത് വേണ്ട? ടയർ കമ്പനി കൊടുക്കുന്നത് ടയറും ട്യൂബും ഫ്ലാപ്പും ആദ്യമായിട്ട് ഒരു സെറ്റായിട്ട് കൊടുക്കും. പിന്നെ അവർക്ക് റീപ്ലേസ്മെന്റ് കൊടുക്കാനായിട്ട് മാറിയില്ല. അതിനാണ് നമ്മൾ ആ സമയത്ത് ഒരു ടയറിന്റെ ലൈഫ് എന്ന് പറയുന്ന ഫ്ലാപ്പിന് ആ പടം 3 മാസമേ ലൈഫുള്ളൂ. അപ്പം ടയറിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1-2 കൊല്ലമൊക്കെ കിടക്കില്ല. അപ്പൊ ആ സമയത്ത് മുഴുവൻ റീപ്ലേസ്മെന്റ് കൊടുക്കുന്നത് ഞങ്ങളുടെ ഫ്ലാപ്പിലാണ്. അപ്പൊ ഈ വലിയ വാഹനങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ടും ട്രക്കുകൾ. അത് അങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ട് നമ്മൾ ലോഡ് കാരിയേഴ്സിന് വേണം, അത് വേണം. ട്യൂബും വേണം, ഫ്ലാപ്പും വേണം. ലോഡ് പിടിക്കുന്നതാണ് കൂടുതൽ. അപ്പൊ ഈ ട്യൂബിന് കൂടുതൽ ഈ ലോഡ് കയറ്റുമ്പോൾ ഉള്ള ഇത് വരാതിരിക്കാനാണോ ഇതിന്റെ? ട്യൂബിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കടമ. അപ്പൊ ഈ ഒരു നമ്മൾ എന്തെങ്കിലും പഞ്ചറോ ആണി അതുപോലെ എന്തെങ്കിലും കയറുകയാണെങ്കിൽ ഇതുകൊണ്ട് അതല്ല, ഈ ട്യൂബും എപ്പോഴും ഒരു ഈ പ്രഷർ റിമ്മില്ല, നമ്മുടെ ഡിസ്കുമായിട്ട് ട്യൂബ് ഒരയും. അപ്പൊ അവിടെ പഞ്ചർ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ഇത് ഫ്ലാപ്പ് ആയിട്ട് കൊടുക്കുന്നത്. ഇതൊരു ഹാഫ് ഹാഫ് ട്യൂബിന്റെ മറ്റേ ഈ ഡിസ്കിന്റെ അപ്പൊ അതുപോലെയാണോ മോൾഡ് ചെയ്യുന്നത്? മോൾഡ് സൈസ് ഉണ്ട്. ടയറിന്റെ സൈസ് അനുസരിച്ച് ഇതിന് സൈസസ് ഉണ്ട്. ശരി. അല്ല, അപ്പൊ ഈ ഡിസ്ക് ഏത് മോഡലാണെങ്കിലും അതിന് സ്യൂട്ട് ആവും അല്ലേ? ഡിസ്ക് അല്ല, ഓരോ ടയറിനും ഓരോ ഡിസ്കാ. അപ്പൊ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഇതിന്റെ ഷേപ്പും. എക്സ്പോർട്ടിലൊക്കെ കുറെ വലിയ സൈസുകളാണ്. 1224, 1228 എന്നൊക്കെ പറഞ്ഞ വലിയ ടയറുകളൊക്കെ. ഇപ്പൊ ഞങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ കുറച്ച് മാറി നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ വലിയ ഫ്ലാപ്പുകളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു മേഖല തന്നെ ചെറിയ തുടങ്ങിയപ്പോഴാണെങ്കിൽ തന്നെ ഇതുപോലൊരു മേഖലയിലേക്ക് വരാൻ കാരണം എന്താണ്? ഫാദർ ഈ ട്രെഡ് റബ്ബറിന്റെ ഡീലറായിരുന്നു.
ഇപ്പൊ ട്രെഡ് റബ്ബർ എന്ന് പറഞ്ഞാൽ ടയർ കട്ട് ചെയ്യുന്നതാണ് ഈ ട്രെഡ് റബ്ബർ. ഒന്നെങ്കിൽ ട്രെഡ് റബ്ബർ മാനുഫാക്ചർ ചെയ്യാനാണ് അന്ന് ഫാദർ എന്നോട് പറഞ്ഞത്. പക്ഷെ അത്ര ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് മുടക്കാനില്ല അതുകൊണ്ട് ഇത് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് മതി. അങ്ങനെ അന്നേരമാണ് ടയർ ഫ്ലാപ്പിനാകുമ്പോൾ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അതേ തുടങ്ങാം, അത് കഴിഞ്ഞ് നമുക്ക് ട്രെഡ് റബ്ബറിലേക്ക് വരാം എന്നൊക്കെ വിചാരിച്ചാണ് തുടങ്ങിയത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറ്റ്സ് ആണോ അതോ? ഞങ്ങൾക്ക് 4 ഫാക്ടറി ഉണ്ട്. ഈ 4 ഫാക്ടറി എവിടെയാണ്? പൂന്തുരുത്ത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തന്നെയാണ്. ഇവിടെ തന്നെ? ശരി. അവിടെ എല്ലായിടത്തും ഇത് തന്നെയാണ്? അല്ല, 2 ഫാക്ടറിക്കകത്ത് മാറ്റം ഉണ്ടാക്കും, 2 ഫാക്ടറിക്കകത്ത് ഫ്ലാപ്പ് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ കൂടുതൽ ഇവിടുന്ന് നമ്മൾ വെളിയിലേക്ക് പോകുന്നത് ഏതാണ്? മാറ്റാണ് ഇത് ഏതാണ്? രണ്ടും ഒരുപോലെ. ഞങ്ങളുടെ ഏകദേശം പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ ഒരു 60% വെച്ച് രണ്ടിലും ഒരുപോലെ. മാറ്റിൽ ഒരു 90% എക്സ്പോർട്ടിലാണ്. ടയർ ഫ്ലാപ്പിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 40%, 60% എക്സ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ നമ്മള് ഡോക്ടറേറ്റ് ഉള്ളതായിട്ടുണ്ട്. അപ്പൊ അത് എന്തിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്? ഇത് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് വിത്ത് റെഫറൻസ് ടു റബ്ബർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. 2007 ഞാൻ എടുത്തത്. അപ്പൊ ഈ ഇപ്പൊ ഔദ്യോഗികമായിട്ട് ഒരു സ്ഥാനമാണല്ലേ സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. എന്താണ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ? എന്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ? ഈ നമ്മുടെ കേരളത്തില് ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം ചെറുകിട വ്യവസായ യൂണിറ്റുകളുണ്ട്. SSI എന്ന് പറയും, സ്മോൾ ഇൻഡസ്ട്രീസ്. ഇത് ഞാൻ കോട്ടയം ജില്ലാ പ്രസിഡന്റാണ്. അപ്പം ഈ കോട്ടയത്ത് തന്നെ 12,000-ഓളം യൂണിറ്റുകളുണ്ട്. ഇവരെല്ലാം ഒരു അസംഘടിതരായി, അതുമല്ല അത് ഒത്തിരി അവരുടെ ഈ മാനേജ്മെന്റ് സ്കിൽസ് ഒക്കെ ഉപയോഗിക്കാതെയും മാർക്കറ്റിന് വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇവരെല്ലാം ഒത്തിണക്കിക്കൊണ്ട് പോവുക. ഇവരുടെ ഉന്നമനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ അതില് ഈ പിന്നെ ഏതൊക്കെ അല്ല, ചെറുകിട സ്മോൾ ഇൻഡസ്ട്രീസ് സെക്ടർ ഗവൺമെന്റ് തിരിച്ചിട്ടുണ്ട്. സ്മോൾ ആൻഡ് മീഡിയം ആൻഡ് ലാർജ് എന്നും പറഞ്ഞ് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങളെല്ലാം SSI, അതായത് 5 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇൻഡസ്ട്രീസിനെയാണ് SSI എന്ന് പറയുന്നത്. അപ്പോൾ 5 കോടി താഴെയുള്ള കോട്ടയത്തുള്ള വരെയും കേരളത്തിൽ മൊത്തം ഞാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയാണ്. അവരെല്ലാം കൂടെ ഒത്തൊരുമിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് പല ഞങ്ങൾ പിന്നെ എക്സിബിഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബൾക്കായിട്ട് ഓർഡർ വരിക, ഇവർക്ക് സപ്ലൈ ചെയ്യുക. അങ്ങനെ ഇവരുടെ ഒരു ക്ഷേമമാണ് നമ്മളുടെ ഉദ്ദേശം.